നമ്മുടെ അറിവ് പോലും ഇല്ലാതെ നമ്മളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ നിഴല് പോലെയുള്ള സ്നേഹിതരാണ് നമ്മുടെ കാവൽ മാലാക. ജീവിതകാലത്ത് കാവൽ മാലാക നമുക്ക് ചെയ്യുന്ന സഹായങ്ങളെക്കുറിച്ചും നമ്മളിൽ പലർക്കും ധാരണയുണ്ടെങ്കിലും മരണശേഷം നമ്മുടെ കാവൽ മാലാക എന്താണ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ചിന്തിച്ചവർ വിരളമായിരിക്കും. ഇതിനെക്കുറിച്ചാണ് നാം വിചിന്തനം ചെയ്യാൻ പോകുന്നത്. ഈ ലോക ജീവിതത്തിൽ നിന്ന് അടുത്ത ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മനുഷ്യരും മാലാകന്മാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. ഭൂമിയിലെ ജീവിതകാലത്ത് മാത്രമല്ല, നമ്മുടെ മരണശേഷവും കാവൽ മാലാകന്മാരുടെ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൈവവുമായി ഐക്യപ്പെടുന്നത് വളരെ കാവൽ മാലാകന്മാരുടെ ദൗത്യം തുടർന്നതുകൊണ്ടാണ്. ഓരോ വിശ്വാസിയുടെയും സമീപനത്തിന് അവന്റെ ജീവിതത്തിന് വഴികാട്ടിയും ഇടയനുമായ പോലെ സംരക്ഷകനായി ഒരു മാലാക ഉണ്ട് എന്നത് ആരും നിഷേധിക്കപ്പെട്ടിട്ടില്ല. വിശുദ്ധ ബേസിൽ പറഞ്ഞതാണ് ഈ വാക്യങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യകുലത്തിന്റെ മോക്ഷമാണ് മാലാകന്മാരുടെ പ്രധാന കർത്തവ്യം. മരണസമയത്ത് പിശാചിന്റെ അവസാന ആക്രമണത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ അവസാന നിമിഷത്തിലും കാവൽ മാലാക നമ്മുടെ ആത്മാവിനെ പോലെ ഉണ്ടാകുമെന്നാണ് പിതാക്കന്മാർ പറയുന്നത്. ആത്മാവ് ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്ന അവസരത്തിൽ നമ്മുടെ കാവൽ മാലാക നമ്മളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് വിശുദ്ധ അലോഷ്യസ് ഗോർസാൻ പറയുന്നു. അതുവഴി നമ്മുടെ കർത്താവിന്റെ ന്യായാസനത്തിന് മുന്നിൽ നിൽക്കുവാനുള്ള ധൈര്യം നമുക്ക് നൽകുന്നു. വിധിക്ക് ശേഷം ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിലും നമ്മുടെ കാവൽ മാലാക നമ്മളെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് നിരന്തരം സന്ദർശിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരിക്കൽ നാം സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു വിശുദ്ധൻ ഓർമ്മപ്പെടുത്തുന്നു. ഇതിൽ നിന്നും നമ്മുടെ കാവൽ മാലാകയുടെ ദൗത്യം മരണത്തോടെ അവസാനിക്കുന്നില്ലെന്നും ദൈവവുമായുള്ള ഐക്യം വരെ അത് നീണ്ടുകൊണ്ടിരിക്കുന്നുവെന്നും വ്യക്തമാണ്. ആത്മാവ് ദൈവത്തോടൊപ്പം ആയിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കാവൽ മാലാകയോടൊപ്പം ചേർന്ന് ദൈവത്തെ സംതൃപ്തിപ്പെടുത്തുകയാണ്. എന്നാൽ ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ ആത്മാവ് ആഗ്രഹിക്കുകയും അതേസമയം അതിന് വിഘാതമായി അല്പമെങ്കിലും അശുദ്ധി ആത്മാവിൽ ഉണ്ടാവുകയും ചെയ്താൽ അത് ശുദ്ധീകരിക്കപ്പെടുന്നതിനായി ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുന്നു. ഈ സാഹചര്യത്തിൽ ദൈവ സാന്നിധ്യത്തിൽ വിശുദ്ധ കാവൽ മാലാകയ്ക്ക് ആത്മാവിന്റെ ശുദ്ധീകരണ പ്രക്രിയയിൽ പങ്കുചേരാൻ ആവശ്യമില്ല. ഈ സമയത്ത് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും നമ്മുടെ മോചനത്തിനായി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുകയും പ്രാർത്ഥിക്കുവാനും നമ്മുടെ കാവൽ മാലാകയ്ക്ക് കഴിയും. ദൈവത്തിന്റെ നീതിയും വിശുദ്ധിയും മഹത്വവും വാഴ്ത്തുകയാണ് ആ ആത്മാവിന്റെ കാവൽ മാലാകയുടെ ദൗത്യം.